എന്താണ് സൈക്ലോട്രോൺ? സൈക്ലോട്രോൺ എന്ന ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുക ചാർജ് കാരിയേഴ്സിൻ്റെ സ്പീഡിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആൽഫ പാർട്ടിക്കിൾസ്, പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ്, മെറ്റാലിക് അയോൺസിൻ്റെ സ്പീഡിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് എന്താണ് നമുക്ക് അങ്ങനെ ചാർജ് കാരിയേഴ്സിൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചാർജ് കാരിയേഴ്സിൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യണത്? അതായത് ഇങ്ങനെ ചാർജ് കാരിയേഴ്സിൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ, ഫിഷൻ അങ്ങനത്തെ റിയാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർജ് കാരിയേഴ്സിൻ്റെ സ്പീഡിനെ കൂട്ടുക. എന്നിട്ട് നമ്മൾ ഈ ചാർജ് കാരിയേഴ്സിനെ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിലേക്ക് എന്ത് ചെയ്യും? ഹിറ്റ് ചെയ്യും. എന്നിട്ടാണ് എന്ത് നടക്കുക? ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ പ്രോസസ്സ് നടക്കുക. അതേപോലെ മെറ്റാലിക് ക്രിസ്റ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാനും നമ്മൾ ഈ ചാർജേഴ്സിൻ്റെ സ്പീഡിനെ കൂട്ടും. സോ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ചാർജ് കാരിയേഴ്സിൻ്റെ സ്പീഡിനെ കൂട്ടേണ്ട ആവശ്യം വരുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സൈക്ലോട്രോൺ. സൈക്ലോട്രോണിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ സ്പീഡിനെ ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇലക്ട്രോൺസ്, അതേപോലെ നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് ആയിട്ടുള്ള Cl-, അതേപോലെ നോൺ മെറ്റാലിക് അയോൺസൊക്കെ അങ്ങനത്തെ അയോൺസിൻ്റെ സ്പീഡിനെ നമുക്ക് ഈ ഡിവൈസ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല.